തിരുവമ്പാടിയിൽ താമരശ്ശേരി രൂപതയുടെ കീഴിൽ ഞാൻ 3 ക്ലാസ് നടത്തിയിട്ടുണ്ട്. ബിഷപ്പ് ആ ക്ലാസ്സിൽ ഉദ്ഘാടനം ചെയ്യുകയും താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് ഉദ്ഘാടനം ചെയ്യുകയും ആ ഉദ്ഘാടന സമയത്ത് ഞാൻ പറയാറുണ്ട്, ഈ 10 ക്ലാസ്സിൽ അടുപ്പിച്ച് വരുന്നവരാരൊക്കെയാണോ ഈ ക്ലാസ്സിലുള്ളത് അവർ 10ാമത്തെ ദിവസം പുതിയ വസ്ത്രം സ്വന്തമായി തയ്ച്ചിട്ടിരിക്കും. അങ്ങനെ ആരെങ്കിലും പുതിയ വസ്ത്രം തയ്ച്ചിട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങളെ പോരായ്മയല്ല, പഠിപ്പിക്കുന്ന മാഷ പോരായ്മയാണ് എന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ NSS സ്കൂളിൽ ഒരു കായിക ബാൻഡിൻ്റെയൊക്കെ അധ്യാപകനായിട്ട് 10-18 വർഷം ഉണ്ടായിരുന്നു കോഴിക്കോട്. ഞാൻ ടീച്ചേഴ്സ് റൂമിലും അവരോട് പറയാറുണ്ട്, ഈ മക്കളുടെ അച്ഛനെയും അമ്മനെയും ചീത്ത പറയലല്ല ടീച്ചർമാരുടെ തൊഴിൽ. നമ്മളെ കയ്യിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 4 മണി വരെ കുട്ടികളെ തരുന്നത് വർഷങ്ങളോളം. അവരെ പഠിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, അവർ പഠിച്ചിട്ടില്ലെങ്കിൽ അവരെ പോരായ്മയല്ല, അത് നമ്മളെ ടീച്ചർമാരെ പോരായ്മയും അധ്യാപകരെ പോരായ്മയെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ 100 പേര് ബാച്ചിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 100ാമത്തെ ആളെയും പഠിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ലക്ഷ്യമാണ്. ഞാൻ ആ പഠിക്കാത്ത ആളെയാണ് ഞാൻ ഉന്നം വെക്കുക, അവരെ ഞാൻ പഠിപ്പിക്കുക, അവർ പുതിയ ഡ്രസ്സ് അടിച്ചിടും. അപ്പം തിരുവമ്പാടിയിലുണ്ടായൊരു വിഷയം, ബിഷപ്പ് ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഈ ക്ലാസ്സിൽ ഞാനത് പ്രഖ്യാപിച്ചു. ഈ 93 പേരുണ്ട് ആ ക്ലാസ്സിൽ, എല്ലാവരും പുതിയ വസ്ത്രം സ്വന്തമായി തയ്ച്ചിട്ടിരിക്കും സമാപന ക്ലാസ്സിൽ പറഞ്ഞു. അപ്പം ബിഷപ്പ് സാർ പറഞ്ഞു, അത് സംഘടിപ്പിച്ച ചാക്കോ സാർ എന്ന് പറയും, നമ്മുടെ ദേവഗിരി കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്, അത് അവരുടെ സോഷ്യൽ വർക്കറിൻ്റെ ടീം കോർഡിനേറ്ററാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, ചാക്കോ നിങ്ങൾ ആ സമാപന ദിവസത്തിൻ്റെ ഡേറ്റ് എഴുതി വെക്കൂ, നിങ്ങൾ വിളിക്കാതെ ഞാൻ വരും, എനിക്കിത് സാക്ഷ്യം വഹിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ആ അവസാന ദിവസം വന്നതിന് ശേഷം ആദ്യം തന്നെ അദ്ദേഹം ചോദിച്ചതേ ഇവരോടാണ്, എത്ര പേരാണ് പുതിയ വസ്ത്രം തയ്ച്ചിരിക്കാത്തത്. അപ്പോൾ 3 പേര് കൈവന്തിച്ചു. അപ്പോൾ ആ 3 പേര് കന്യാസ്ത്രീകളാണ്. അവർ വസ്ത്രം തയ്ച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഇട്ടിട്ടില്ല. അപ്പോൾ എന്നെ അവിടെ വലിയ അഭിമാനത്തോടുകൂടി സ്വീകരിക്കുകയും എനിക്ക് പാരിതോഷികം തരികയും എന്നെ പൊന്നട ചേർത്തൊക്കെ ചെയ്ത്, എന്നിട്ട് എനിക്ക് ആ ബിഷപ്പ് ചെയ്തൊരു കാര്യം, പത്മശ്രീ പുരസ്കാരത്തിന് താങ്കൾ യോഗ്യനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നരേന്ദ്രമോദിക്ക് ഒരു കത്തെഴുതി, അവരുടെ ലെറ്റർ പേഡിൽ. ആ കത്ത് എനിക്ക് വിട്ടുതന്നുണ്ട്, ഞാനത് വളരെ നിധി പോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് പത്മശ്രീ പുരസ്കാരം കിട്ടായി എന്നല്ല, അതിന് യോഗ്യനാണ് എന്ന് പറഞ്ഞ ആൾ അവരുടെ അനുഭവമാണ്, ഇത്രയും ആളുകളെ കൈപിടിച്ച് ചേർത്തുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചിരുന്നു, നിങ്ങളിങ്ങനെ തിരുവമ്പാടി വരുന്നു, തിരിച്ചു പോരുന്നു, ഒരു പൈസയും വാങ്ങുന്നില്ല, എന്താണ് ഇതിൻ്റെ പിന്നിൽ പ്രചോദനം ഇങ്ങനെ ചെയ്യാനുള്ളത്? ആരെങ്കിലും നിങ്ങളെ സഹായിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു സേവന പ്രവർത്തനമാണ്. ഞാൻ സ്വീകരിച്ച ഒരു ആദർശത്തിന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ആദർശമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പരോപകാരായം ഇതം ശരീരം എന്നാണ്. ഈ ശരീരം പരോപകാരം ചെയ്യാനുള്ളതാണ്. എൻ്റെ വിവാഹ ജീവിതത്തിൽ ഞാൻ എത്രയോ പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും വിവാഹത്തിന് മുമ്പേ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. ഞാൻ 92 വിവാഹം കഴിക്കണം, 85 എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഞാൻ 1000കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് ചർച്ച കുടുംബത്തിൽ വന്നപ്പോൾ എനിക്ക് അതിലൊരു വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. സ്ത്രീ ശാക്തീകരണമാണല്ലോ എൻ്റെ ജീവിത ലക്ഷ്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലൊരു മാതൃകയാക്കുന്നത് നല്ലതല്ല, അതാരും ബോധ്യപ്പെടുത്താനല്ല, ചെയ്യണമല്ലോ, നമ്മൾ പറഞ്ഞാൽ പോരല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ സംസാരിക്കാത്ത, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത, ചെവി കേൾക്കാത്ത ഒരു ഡഫ് ആൻഡ് ഡംബായ പെൺകുട്ടിയെ തന്നെ തെരഞ്ഞു പിടിച്ച് കല്യാണം കഴിച്ച ആളാണ്. ഇപ്പോൾ ഞങ്ങൾ 10-32 വർഷമായി ജീവിക്കുന്നു. 3 മക്കളാണ്, മൂത്ത മോളാണ്, 2 ആൺകുട്ടികളാണ്, അവരൊക്കെ ഡിഗ്രിക്കും കോളേജിലൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ സ്ത്രീ ശാക്തീകരണം എന്നത് എൻ്റെ ഒരു ജീവിതവ്രതമാണ്. അത് വ്യക്തിപരമായ ഒരു വ്രതം തന്നെയാണ്. എൻ്റെ ഒറ്റയാൻ യാത്രയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഏകനിഷ്ഠ സേവകനായുള്ളൊരു പ്രവർത്തനമാണ്. ആരും എന്നെ വിഷമിപ്പിച്ചിട്ടില്ല. ഞാൻ എല്ലാ സ്ഥലത്തും പോകും, എനിക്ക് വളരെ സ്വീകാര്യത ഉണ്ടായിട്ടുള്ളൂ. അവരൊക്കെ എനിക്ക് സ്വീകാര്യമായിട്ട് പണം തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാനൊരു പ്രായമുള്ള 10-15 തയ്യൽക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഗുരുദക്ഷിണ എന്ന് പറഞ്ഞിട്ട്. 50 വർഷമൊക്കെ തയ്യൽ തൊഴിൽ ചെയ്തിട്ട് ഇന്ന് ക്ഷീണിച്ചു പോയ ആളുകളുണ്ട്, കുറേ ആളുകൾ. ഇക്കാലത്ത് മോട്ടറൊക്കെ ഉണ്ട്, അക്കാലത്ത് മോട്ടറില്ലാതെ പണിയെടുത്തവരാ. പക്ഷേ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ജോലി എടുത്തവരാ. ഇന്ന് അവർക്ക് സൂചി ഓർക്കാൻ പറ്റില്ല, തയ്ക്കാൻ പറ്റില്ല, ക്ഷീണിതരാണ്. ഇവരൊക്കെ ഗവൺമെൻറ് എന്തെങ്കിലും പെൻഷൻ കൊടുക്കണ്ടോ എന്ന് വെച്ചാൽ കൊടുക്കണ്ടാവും. പക്ഷെ അതുകൊണ്ടൊന്നും ആവില്ല. എനിക്കൊന്നും അങ്ങനെ ആവില്ല. ഞാൻ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, എൻ്റെ ഏത് ക്ലാസ് നടത്തുകയാണെങ്കിലും ഞാൻ അവരോട് ആദ്യമേ പറയും, ഈ കാണുന്ന നിവേദിതയുടെ പടം എൻ്റെ ബാഗിലുണ്ടാവും. ഞാൻ ആദ്യം ആ ക്ലാസ് നടത്തുന്നതിന് മുന്നിൽ വെക്കും, മാല ചാർത്തും, ഞാൻ തൊട്ട് നെറുകിൽ വെച്ചതിന് ശേഷം എൻ്റെ ക്ലാസ് ആരംഭിക്കും. അപ്പോൾ ഞാൻ അവരോട് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവരും 1 രൂപ ദക്ഷിണയെങ്കിലും ഇടണം. ഞാൻ സൗജന്യമായിട്ട് പഠിപ്പിക്കുക എന്നുള്ള ഭാവങ്ങൾ ഉള്ളിലുണ്ടാവണ്ട. ഈ ദക്ഷിണ എനിക്കുള്ളതല്ല. ഞാനിങ്ങനെ ഒരു 10-15 പേർക്ക് ഗുരുദക്ഷിണ കൊടുക്കുന്നുണ്ട്. 2 മാസം കൂടുമ്പോൾ ഈ തോത് എത്രയുള്ള വെച്ചാൽ തോതനുസരിച്ച് കൊടുക്കും. വിഷു ഓണം ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു കിറ്റ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു മുണ്ട് വാങ്ങിക്കൊടുക്കും, ഷർട്ട് വാങ്ങിക്കൊടുക്കും. ഈ പണം ഞാൻ അതിന് ഉപയോഗിക്കാറുണ്ട്. ഇതാണ് എൻ്റെ ഒരു സേവന ജീവിതം.
ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പരമാവധി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഞാൻ 35,000 പേരായി എന്ന് പറഞ്ഞല്ലോ. എൻ്റെ ജീവിതത്തിന് നീളമുണ്ടെങ്കിൽ, ദൈർഘ്യമുണ്ടെങ്കിൽ 1,00,000 ആളെ പഠിപ്പിക്കണമെന്ന് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. ചെയ്യും. പിന്നെ സ്വന്തമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വേണമെന്നൊരാഗ്രഹമുണ്ട്. എല്ലാവരും ഒരു സ്ഥലത്ത് വരിക, പല ഭാഗത്തുനിന്ന് എല്ലാവർക്കും വരാം, സ്ഥിരമായ സംവിധാനം ഉണ്ടെങ്കിൽ അങ്ങനെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വരെ 40 വർഷമായിട്ട് ഈ സ്ഥാപനം വേറെ ഒന്നിനും കീഴ്പ്പെട്ടിട്ടില്ല. ഞാൻ കീഴ്പ്പെടുത്താത്ത വെച്ചാൽ അവരുടെ ഒരുപാട് ഐഡിയകളും അവരുടെ ഒരുപാട് താല്പര്യങ്ങളുണ്ടാവും. ആ താല്പര്യങ്ങൾക്ക് ഞാൻ വിധേയനായി മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സെൻട്രൽ ഗവൺമെൻറ് പോലും ആനുകൂല്യങ്ങൾ ഇതിനു വേണ്ടി ഞാൻ ഒന്നും ഉപയോഗപ്പെട്ടു. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ആനുകൂല്യം കിട്ടാണ്ട് ഇത്ര കിട്ടും, ഇങ്ങനെ ചെയ്യും. ഞാൻ അതിലൊന്നും ബന്ധപ്പെടാതിരിക്കണം. കാരണം ഇത് സ്വതന്ത്രമായി ഒറ്റയ്ക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രം. ഡോക്ടർ മംഗളദേവി പുരസ്കാരം എന്ന് പറയുന്നത് എൻ്റെ സ്വപ്നത്തിനെ പ്രതീക്ഷിക്കാത്ത, ഞാൻ പത്രത്തിലാണ് ഞാൻ വായിച്ചത്. നാരായൺജിക്ക് പുരസ്കാരം ജന്മഭൂമി ഇതിൽ കൊടുക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഒരാൾ പറയാം, അല്ലെ നിങ്ങളെ പേരുണ്ട് അതിലെന്ന് പറഞ്ഞു. നമ്മളറിയില്ല അത്. അപ്പോൾ അവർ എന്നെ അതിന് 29 എൻട്രി ഇട്ടെന്ന് പറഞ്ഞു. ആ എൻട്രിയിൽ എന്നെ തിരഞ്ഞെടുത്തപ്പോൾ അതിനൊരു കാരണം എന്നോട് പറയാൻ എന്താ അറിയാം, നാട്ടിൽ നിരവധി ആളുകൾ നിരവധി സേവനങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നുണ്ടാവും. ചിലവർ പേരിനും പ്രസക്തിക്ക് തന്നെ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ താങ്കളെ പറ്റി അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം, ഇത് നിരന്തരമായൊരു സാധനയാണ്. താങ്കൾ ഒരു ദിവസം ചെയ്യുക, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ചെയ്യുക, കൊല്ലത്തിലൊരിക്കൽ ചെയ്യുകയല്ല. താങ്കളിത് നിത്യമേ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു സാധന തന്നെയാണ്. അതിനാണ് താങ്കളെ അംഗീകരിച്ചത് എന്ന് പറയുന്നത്. അപ്പം ഞാനും അതിന് സത്യമാണായിരിക്കാം. നമ്മൾ നിത്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ ഒരു ക്ലാസ്. ചില സമയത്ത് ഈ ആളുകളുടെ വിളിയുടെ ബാഹുല്യം കാരണം എൻ്റെ ഷെഡ്യൂൾ സത്യത്തിൽ ഞാനിത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചെങ്കിലും തിങ്കൾ, ബുധൻ, വെള്ളി 3 ദിവസം ചെയ്യുക, ഉച്ചയ്ക്ക് ശേഷം മാത്രം യാത്ര ചെയ്താൽ മതിയല്ലോ എന്നുള്ള നിലക്കാണ് ഞാൻ തുടങ്ങിയതെങ്കിലും ഈ ആളുകളുടെ വിളിയുടെ ഇത് കാരണം ഞാൻ സംഘടന പലരും വന്ന് വിളിക്കൽ തുടങ്ങിയപ്പോൾ ഞാൻ ചൊവ്വ, ബുധൻ അങ്ങനെ ഡേറ്റും കൊടുക്കേണ്ടി വന്നു. അപ്പോൾ തിങ്കൾ, ബുധൻ, വെള്ളി ഒരു സ്ഥലത്ത് ക്ലാസ് നടത്തുമ്പോൾ ചൊവ്വ, വ്യാഴം, ശനി വേറൊരു സ്ഥലത്ത് ക്ലാസ്. പറഞ്ഞാൽ അവർക്കൊരു ദിവസത്തിൽ ഒരു 2 മണിക്കൂർ ഉള്ളെങ്കിലും എനിക്ക് ആഴ്ച ഫുള്ള് ഞാൻ എൻഗേജിലാണ്. അങ്ങനൊരു വിഷയം സജീവമായ ചില സ്ഥലങ്ങളിൽ 50 പേരൊക്കെ വേണമെന്നാണ് ഞാൻ മിനിമം പറയാറ്. കാരണം ഞാനൊരു പ്രദേശത്ത് ചെയ്യുന്നത് എല്ലാവർക്കും ഗുണകരമാവണമല്ലോ എന്ന് വിചാരിച്ചാൽ ജാതി ഭേദം എന്നെ ഏതാൾ വന്ന് ഞാൻ പള്ളി കമ്മിറ്റി സംഘടിപ്പിച്ച് പോയിട്ടുണ്ട്, മുജാഹിദ് കമ്മിറ്റി, സുന്നി കമ്മിറ്റി, സോളിഡാരിറ്റി, അതുപോലെ ക്രിസ്ത്യൻ കമ്മിറ്റി, ക്ഷേത്ര കമ്മിറ്റികൾ, ജാതി സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ഞാൻ ആര് വിളിച്ചാലും പോകും. അവരെയൊക്കെ നല്ല വൃത്തിയായി തന്നെ അവരെന്നെ സ്വീകരിക്കാറുണ്ട്. ക്ലാസ് കഴിഞ്ഞാൽ അവരെന്നെ ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട്. ഒരു മടിയും കാണാൻ ചെയ്യാറുണ്ട്.